ഹലോ, പപ്പയും മക്കളും എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് ഇത്തിരി നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതൊരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഇത്തിരി വെറൈറ്റി ആയിട്ട് കറി വെക്കാം. ആദ്യം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ചട്ടി ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പം നമ്മുടെ ചട്ടി ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം നമുക്ക് ഉള്ളി, സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില എല്ലാം കൂടി ഇടാം. ഇത് പെട്ടെന്ന് മൊരിഞ്ഞു വരാൻ നമുക്ക് അല്പം ഉപ്പിടാം. ഇത് മൊരിഞ്ഞു വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ട് പച്ചമുളകും വേപ്പില ഇഞ്ചിയൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇടാം. ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നത് വരെ കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു ചെറിയ തക്കാളി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നല്ല ചാറ് കുറുകി കിട്ടാൻ വേണ്ടി നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അല്പമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ആ ഗ്രേവി നല്ല തിക്കാകും. ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റുക. അപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി നമുക്ക് മീറ്റിന് കറിക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടും. അപ്പം നന്നായിട്ട് തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നുണ്ട്. ഇനി ബാലൻസ് ബാക്കിയുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഇവിടെ ഒഴിക്കുന്നത് വിനാഗിരിയാണ്. ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. നമുക്ക് മൂടി മാറ്റി നോക്കാം. അതിനുശേഷം കഴുകി വെച്ച നമ്മുടെ നല്ല കരിമീനുണ്ട്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചാകാത്ത കരിമീനായിരുന്നു. നമ്മൾ വെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് മീൻ ചത്തത്. ഇനി നമുക്ക് അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് വേവിക്കാം. അപ്പം നമുക്ക് മീനൊന്ന് തുറന്ന് നോക്കാം. മീനൊക്കെ ഇത് കണ്ട പച്ച മീനായോണ്ടാണ് ഇങ്ങനെ മീൻ വെന്ത് വരുമ്പോൾ വളഞ്ഞു തന്നെ കണ്ട. ഇത് നല്ല കരിമ്പച്ച മീനായോണ്ടാണ് ഇങ്ങനെ മീനുകളെല്ലാം വളഞ്ഞു വരുന്നത്. നമ്മ അതിൻ്റെ ഒപ്പം തന്നെ ഒരു രാത്രിത്തേക്ക് പീച്ചിങ്ങക്കറിയും കൂടി ഉലക്കണുണ്ട്. അപ്പം മീൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് തിളക്കണ്ട, അതിനു മുമ്പ് തന്നെ നിർത്താം. തിള വരണ്ട. നമുക്ക് ഇത്തിരി കറിവേപ്പിലിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ചുറ്റിച്ച് ഒരു തക്കാളി മീതയിലിട്ട് കൊടുത്ത് ഗ്യാസ് നിർത്തിയിട്ട് മൂടി വെക്കണം. അപ്പം നമ്മുടെ കരിമീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടാകുന്ന കമൻസിലൂടെ അറിയിക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്